സുഖാണല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ലൈന് എച്ച് പിക്കും വി പിക്കും പാരലായി കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കാന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ അതിന്റെ രണ്ടാമത്തെ കണ്ടീഷനാണ് പോകുന്നത്. രണ്ടാമത്തെ, അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിരുന്നു, അതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് വേണ്ടത് ലൈൻ പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി. അതായത് ലൈൻ എച്ച് പിക്ക് പാരലാണ്, പക്ഷെ വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ വരയ്ക്കുന്നത് നമ്മുടെ ക്വസ്റ്റിന്റെ സഹായത്തോടെ നമ്മളൊന്ന് പഠിക്കാം. അപ്പൊ സെയിം അതേ ക്വസ്റ്റ്യൻ തന്നെ. എ ലൈൻ എ ബി 40 mm ലോങ് ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ലൈൻ എച്ച് പിക്ക് പാരലാണ്, പെർപെൻഡിക്കുലർ ടു വി പി, വി പിക്ക് പെർപെൻഡിക്കുലർ. ദ പോയിന്റ് എ ഈസ് 20 mm above എച്ച് പി ആൻഡ് 10 mm in front of VP. Draw its projections. അപ്പൊ നമുക്ക് നോക്കാം, ഒന്ന് വരച്ചു നോക്കാം. ഞാൻ പറഞ്ഞു, അപ്പൊ ഇത് എന്താണ് പറഞ്ഞങ്ങനെ, എബോവ് എച്ച് പി ആണ്, ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പൊ ഏത് ക്വാർട്ടറിന്റെ ആയിരിക്കും? നമ്മൾ പോയിന്റ് പഠിച്ചപ്പോൾ പഠിച്ചാണ്. എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാർട്ടർ. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ക്വാർട്ടറിന്റെ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. അതിന്റെ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും മാത്രം വരച്ചു. ഇനി നമുക്ക് നമ്മുടെ ലൈൻ എങ്ങനെ കിടക്കുന്നു നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പാരലൽ ടു എച്ച് പി ആണ്. എച്ച് പിക്ക് പാരലൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇങ്ങനെ എച്ച് പിന്റെ നേരെ ആയിരിക്കണം, അത് പാരലൽ ആയിരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് പോയിന്റ് എ 20 mm എബോ, 20 mm മുകളിലാന്ന് പറയാം. എച്ച് പിയിൽ നിന്ന് 20 mm മുകളിലാണ് പോയിന്റ് എ എന്നുള്ളത്. അപ്പൊ പോയിന്റ് എ എന്നുള്ളത് നമ്മൾ 20 mm മുകളിൽ നമ്മൾ വരച്ചു. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? അടുത്തത് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ പെർപെൻഡിക്കുലർ ടു വി പി, വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അതായത് എന്താ പെർപെൻഡിക്കുലർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് വി പി എന്നുള്ള പ്ലെയിനിൽ ഈ ഒരു സാധനം വന്ന് ടച്ച് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. എന്നാലൊക്കെ ഇവിടെ നോക്കിയാൽ 90 ഡിഗ്രി അല്ലേ ഇവിടെ കിട്ടുന്നത്? അതെ, ഇങ്ങനെ 90 ഡിഗ്രി കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പെർപെൻഡിക്കുലർ എന്ന് പറയാം. പെർപെൻഡിക്കുലർ അവരെ പ്ലെയിനിൽ ഒരു ലൈൻ ടച്ച് ചെയ്യുമ്പോൾ അവിടെ 90 ഡിഗ്രിയാണ് ആംഗിൾ അത് ഉണ്ടാക്കണമെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പെർപെൻഡിക്കുലർ നമ്മൾ പറയും. അപ്പൊ ഇത് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ ലൈൻ എങ്ങനെ വേണം? ഇങ്ങനെ വെക്കണം. അതായത് ഈ രീതിയിൽ ലൈൻ പ്ലേസ് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ? വി പിക്ക് പെർപെൻഡിക്കുലറും എച്ച് പിക്ക് പാരലും ആയി കിട്ടുള്ളൂ. അതായത് എ ബി എന്നുള്ള പോയിന്റിലേക്ക് ഇവിടുന്ന്, അതായത് ഈ എച്ച് പി എന്നുള്ള പ്ലെയിനിൽ ബി എന്നുള്ള പോയിന്റിലേക്ക് 20 mm ഹൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ പ്ലെയിനിൽ നിന്ന് ഈ എയിലേക്ക് എത്രയായിരിക്കും? 20 mm ഹൈറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതായത് എ എന്നുള്ള പോയിന്റ് വി പിയിൽ നിന്ന് 10 mm മുന്നിലാണ്, 10 mm മുന്നിലാണ്. അതായത് വി പി എന്നുള്ള ഈ പ്ലെയിനിൽ നിന്ന് ഈ പോയിന്റ് എ എന്നുള്ള പോയിന്റ് 10 mm ഫ്രണ്ടിലാണെന്ന് പറഞ്ഞേക്കുന്നത്. 10 mm ഫ്രണ്ടിലാണ്. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാ 10 mm? വി പി എന്നുള്ള പോയിന്റിൽ നിന്ന് 10 mm ഫ്രണ്ടിലാണ് എ എന്നുള്ള പോയിന്റ്. ഇതാണ് എ എന്നുള്ള പോയിന്റ്, ഈ എഡ്ജ് ആണ് എ എന്നുള്ള പോയിന്റ്. അപ്പൊ ഇവിടെ 20 mm ഹൈറ്റ് ഉണ്ട്, ഇവിടെ 20 mm ഹൈറ്റ് ഉണ്ട്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 mm ആണ്. എ എന്നുള്ള പോയിന്റ് 10 mm ലാണ് ഇരിക്കുന്നത്. കാരണം എന്താ? അത് പെർപെൻഡിക്കുലർ ടു വി പി ആണ്. അതായത് വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇവിടെ ഇരിക്കുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആവുന്നില്ല എങ്ങനെയാന്നുള്ളത്? ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇനി ഡൗട്ട് വരികയാണെങ്കിൽ ഇതേപോലെ ഒരു ബുക്ക് എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് ഇതേപോലെ ഒരു പെൻസിൽ വെച്ച് നോക്കുക. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനെ ഈ ഭാഗത്തേക്ക് കുത്തി നിർത്തി നോക്കുക. അതായത് വി പിയിലേക്ക് ഈ പെൻസിൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ കുത്തി വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഈ വി പി എച്ച് പി പോലെ നമ്മുടെ ബുക്ക് തുറന്നു വയ്ക്കുക, നോട്ട്ബുക്ക് ഇതേപോലെ തുറന്നു വയ്ക്കുക. എന്നിട്ട് ഒരു പെൻസിലോ അല്ലെങ്കിൽ പേനയോ എടുത്തിട്ട് ഈ ആനി വെച്ചിരിക്കുന്ന പോലെ വെച്ച് നോക്കുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും അതെങ്ങനെയാന്നുള്ളത്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം അല്ലേ? എവിടുന്ന ഫ്രണ്ട് വ്യൂ? ഇവിടെയാണ് നോക്കുക. ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്നാണ് നിൽക്കുക, റൈറ്റ് സൈഡിൽ ഞാൻ ഇവിടെ നോക്കി. അപ്പൊ ഇതിന് നമ്മുടെ മുഖത്തിന് നേരെയാണ് ഈ ലൈൻ നിൽക്കുന്നത് പ്രതീക്ഷിക്കുക. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എന്താ കാണുക? ഈ ലൈൻ കാണാൻ പറ്റുമോ? ഇല്ല. എന്താ കാണാൻ പറ്റുള്ളൂ? ഈ ലൈനിന്റെ ഈ എഡ്ജേ കാണാൻ പറ്റുള്ളൂ നമുക്ക്. നിങ്ങളൊരു നോട്ട്ബുക്കും ഒരു പേനയും ഉപയോഗിച്ചിരുന്നത് വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു എഡ്ജ് നമുക്ക് കാണാൻ പറ്റും. ഈ എഡ്ജ് എങ്ങനെയാണ്? ഒരു ഡോട്ടായിട്ടാണ് കാണുക. അപ്പൊ ആ ഡോട്ട് നമ്മുടെ പ്രൊജക്ടേഴ്സ് വെച്ചിട്ട് എവിടെ കിട്ടും? ഈ വി പി എന്നുള്ള പ്ലെയിനിൽ നമുക്ക് ഇവിടെ ഒരു ഡോട്ട് കിട്ടും. അതിനപ്പോ എന്താ പേര് കൊടുക്കുക? ഈ രണ്ട് പോയിന്റ് കൂടിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏത് പേരാ കൊടുക്കുക? ലൈനിന്റെ പേര് എന്താണോ ആ പേരിന്റെ സ്മോൾ ലെറ്റർ പ്ലസ് ഒരു ഡാഷ്. അപ്പൊ രണ്ടും പോയിന്റും കൂടി, അതായത് എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും ഒരേ പോയിന്റിൽ നമുക്ക് കാണുന്നുണ്ട്. ഇതിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? എ ഡാഷ് ബി ഡാഷ് എന്ന് പേര് കൊടുക്കാം. ഈ പോയിന്റിൽ നമുക്ക് എ ഡാഷ് ബി ഡാഷ് എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ, ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഓക്കെ, ഇനി അടുത്തതോ? ഇനി നമുക്ക് എന്റെ ടോപ്പ് വ്യൂ, അതായത് മുകളിൽ നോക്കുമ്പോൾ എന്ത് കാണും? നമുക്ക് ഈ ലൈനെയാണ് നോക്കണേ. അപ്പൊ ഇവിടെ കാണാം എച്ച് പി എന്നുള്ള പ്ലെയിനിൽ കാണാം. എച്ച് പി എന്നുള്ള പ്ലെയിനിൽ കാണുമ്പോൾ എങ്ങനെ കിട്ടും? നമ്മൾ പ്രൊജക്ടേഴ്സ് വരച്ചു 20 mm. അപ്പൊ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 20 mm ആയിരിക്കും. അതായത് ഈ ഹൈറ്റ് 20 mm ആയിരിക്കും. ഇനി നമ്മൾ പ്രൊജക്ടേഴ്സ് വരച്ചു, ഇവിടുന്ന് താഴേക്ക് പ്രൊജക്ടേഴ്സ് വരച്ചു. ഇവിടുന്ന് നമ്മൾ പ്രൊജക്ടേഴ്സ് ഓൾറെഡി നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടി വരച്ചിട്ടുണ്ട്.
അപ്പൊ ഈ കിട്ടുന്ന ഈ പ്രൊജക്ടേഴ്സ് പ്ലെയിനിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ ഇനി ഏത് പേര് കൊടുക്കണം? സ്മോൾ ലെറ്റർ എ. കാരണം ഇതെന്താ ടോപ്പ് വ്യൂ ആണ് അല്ലെങ്കിൽ പ്ലാൻ വ്യൂ ആണ്. ഇനി ഇതോ ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ സ്മോൾ ലെറ്റർ ബി കൊടുത്തു. ഇതിനെ നമ്മൾ യോജിപ്പിക്കുന്ന ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പ് വ്യൂ. മുകളിൽ നിന്ന് ഈ ലൈനിനെ നോക്കുമ്പോൾ എങ്ങനെയാ നമുക്ക് കാണുക? എച്ച് പിയിൽ ഈ രീതിയിലൊരു ലൈൻ കിട്ടും. അപ്പൊ ഇതിന്റെ ലൈൻ ട്രൂ ലെങ്ത് ഏതായിരിക്കും? അതായത് എ ബി എന്നുള്ള ലൈനിന്റെ അതേ ലെങ്ത് തന്നെയായിരിക്കും ഈ സ്മോൾ ലെറ്റർ എ ബി എന്നുള്ള ലൈനും കിട്ടുക. അപ്പോൾ ഈ നമ്മൾ ഇതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് തന്നെയായിരിക്കും. അതായത് എ ബിന്റെ അതേ ലെങ്ത്തിൽ തന്നെ. എ ബിയുടെ ലെങ്ത് എത്രയായിരിക്കുന്നു? 40 mm ആണ് നമുക്ക് എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെയാന്ന് കിട്ടി. ഇനി നമുക്കിത് പേപ്പറിലേക്ക് വരയ്ക്കണം അല്ലെ. ആദ്യം എന്ത് ചെയ്യണം? എക്സ് വൈ ലൈൻ വരയ്ക്കണം. എക്സ് വൈ ലൈൻ നമ്മൾ വരച്ചു. എക്സ് വൈ ലൈൻ വരച്ചിട്ട് ഇനി എന്ത് ചെയ്യണം? നമ്മളോട് പറഞ്ഞിരിക്കുന്നതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എത്ര mm ഹൈറ്റിലാണ്? നോക്കിയേ, ഈ പ്ലെയിൻ ഇതാണ് എക്സ് വൈ ലൈൻ. എക്സ് വൈ ലൈനിന്റെ എത്ര mm ഹൈറ്റിലാണ്? 20 mm. അതായത് എവിടെ എങ്ങനെ കിട്ടിയത്? ഇവിടുന്ന് ഈ എച്ച് പി എന്നുള്ള പ്ലെയിനിൽ 20 mm ഹൈറ്റിലാണ് ഇതുള്ളത്. ഇവിടുന്ന് അതേ ഹൈറ്റ് തന്നെ ആയിരിക്കുമല്ലോ. ഇത് പാരലാന്നാണ് പറഞ്ഞത്. അതായത് എച്ച് പിക്ക് പാരലാണെന്ന് പറഞ്ഞത്. എ ബി എന്നുള്ള ലൈന് എച്ച് പിക്ക് പാരലാണ്. അപ്പൊ വരുമ്പോൾ ഇവിടെ 20 mm ആണെങ്കിൽ ഇവിടെയും 20 mm ആയിരിക്കും. അപ്പൊ ഈ 20 mm ആണ് ഈ ലൈനിൽ നമുക്ക് കിട്ടുക. ഇത് 20 mm കിട്ടി. അപ്പൊ നമുക്ക് ഈ എക്സ് വൈ ലൈനിന് എത്ര mm ഹൈറ്റിൽ കൊടുക്കണം? 20 mm ഹൈറ്റിൽ നമ്മൾ കൊടുത്തു. അവിടെ നമ്മളൊരു പോയിന്റ് കൊടുത്തു. ഇനി ഈ പോയിന്റിന് കൊടുക്കുന്ന പേരെന്താണ്? എന്ത് പേര് കൊടുക്കണം? എ ഡാഷ് ബി ഡാഷ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ. ഈ പോയിന്റ് ആണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്നുള്ളത്. മറ്റത് നമ്മുടെ പ്രൊജക്ടേഴ്സ് ആണ്. അപ്പൊ ഒരു പോയിന്റ് ആയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ? ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് പെർപെൻഡിക്കുലർ ടു വി പി പാരലൽ ടു എച്ച് പി എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വി പിയിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. മുകളിൽ നോക്കുമ്പോൾ അപ്പൊ എ ബി എന്നുള്ള ലൈനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഉള്ള ഒരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? നമ്മൾ എച്ച് പിനെ എന്ത് ചെയ്യണം? എച്ച് പിനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പോൾ ഉള്ള ഡിസ്റ്റൻസ് എത്രയാ? 10 mm ഫ്രണ്ടിലാണ് എ എന്നാ പറഞ്ഞത് അല്ലേ? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ 10 mm ഫ്രണ്ട് ഓഫ് വി പി ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. വി പിന്ന് 10 mm ഫ്രണ്ടിൽ. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 10 mm തന്നെയായിരിക്കും ഈ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് കിട്ടി ഈ എ എന്നുള്ളത് നമ്മൾ സ്ട്രേറ്റ് പ്രൊജക്ടേഴ്സ് അല്ലേ വരച്ചത്? സ്ട്രേറ്റ് ആയിട്ടല്ല വരച്ചത്. അപ്പൊ ഇത് എ എന്നുള്ളത് 10 mm ഇതിൽ തന്നെയാണ് കിട്ടിയേക്കണേ. അപ്പൊ ഈ 10 mm ഗ്യാപ്പ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായി മാറിയത്? എക്സ് വൈ ലൈനിന്റെ താഴേക്കായി ആ 10 mm. ഇപ്പൊ ഇങ്ങോട്ടിരിക്കുന്ന ഒരു 10 mm നമ്മൾ ഇതിനെ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാണ്. ഈ എച്ച് പി എന്നുള്ള പ്ലെയിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ ഈ ലൈനിലേക്ക് ഈ ഹൈറ്റ് ഡിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടി? ഈ 10 mm ആയിട്ട് നമുക്ക് താഴേക്ക് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിന്റെ നേരെ താഴെ അല്ലെ, അങ്ങനെയല്ലേ വേണ്ടേ? നേരെ താഴെ നമ്മൾ എന്ത് ചെയ്യണം? 10 mm ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ആ പോയിന്റിന് എന്ത് പേര് കൊടുത്തു? എ എന്നുള്ള പേര് കൊടുത്തു. അതായത് ഈ പോയിന്റ് ആണ് നമുക്കിപ്പോ കിട്ടിയത്. അതായത് ഈ പോയിന്റ് നമുക്കിപ്പോ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ ഈ ലൈൻ എങ്ങോട്ടായി? ഈ സൈഡിലേക്ക് ഇരുന്ന ലൈൻ എങ്ങോട്ടായി? താഴേക്കായി അല്ലെ? എവിടേക്ക് താഴേക്കായി? എക്സ് വൈ ലൈനിന്റെ താഴേക്കായി. എത്ര mm ലെങ്ത് വേണം? 40 mm ലെങ്ത് വേണം. കാരണം നമ്മൾ പറഞ്ഞത് ഇതിന്റെ അതേ ലെങ്ത് തന്നെയാണ് ഇതിനും കിട്ടുന്നത്. അപ്പൊ 40 mm ലെങ്ത്തിൽ ഞാൻ ആ ലൈൻ വരച്ചു. അപ്പൊ അതിന്റെ എൻഡ് ആണ് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞാൽ. ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് 40 mm ഹൈറ്റിൽ നമ്മൾ വരും. അപ്പൊ ഇത് നമ്മൾ ഡാർക്ക് ആക്കി വരയ്ക്കണം. മറ്റത് പ്രൊജക്ടേഴ്സ് 2H പെൻസിൽ, മറ്റത് H പെൻസിൽ നമ്മൾ വരയ്ക്കണം എന്ന് പറയും. എഴുതുന്നതൊക്കെ HB പെൻസിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കിട്ടുന്ന ഇതാണ് നമ്മൾ ഇതിന്റെ എന്തെന്ന് പറഞ്ഞത്? ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ടി വി എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എന്ന് നമ്മൾ കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ മുകളിൽ, അതായത് എച്ച് പിക്ക് പാരലും പെർപെൻഡിക്കുലർ ടു വി പി ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? ഒരു പോയിന്റേ കിട്ടുള്ളൂ. അതേസമയം പാരൽ ഇതാണെങ്കിലോ, ടോപ്പ് വ്യൂ ആണെങ്കിലോ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈനാണ് നമുക്ക് കിട്ടുക. നേരത്തെ നമ്മൾ വരച്ചപ്പോൾ ഹൊറിസോണ്ടൽ ലൈനുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടിയത്. ഏതാണ്? രണ്ടും പാരലാണെങ്കിൽ രണ്ടും ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് കിട്ടിയത്. ഇതുകൊണ്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ ഒരു ഫിഗർ നമ്മൾ മറന്നു പോകരുത്. ഈ ഒരു കണ്ടീഷൻ വരും. എന്ത് കണ്ടീഷൻ? പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി എന്നുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഏത് സ്കെയിലാണ്, ഏത് MM ആണ്, യൂണിറ്റ് ആണെന്നുള്ളതൊക്കെ നമ്മൾ എഴുതും. അപ്പൊ ഇവിടെ നമ്മൾ സ്കെയിൽ നമ്മൾ രേഖപ്പെടുത്തിയത് 1:1 വരച്ചത്. 1:1 എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണോ ഇതിന്റെ വലുപ്പം നമ്മൾ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതേ വലുപ്പത്തിൽ നമ്മൾ വരച്ചേക്കണം. അങ്ങനെ വരയ്ക്കണേന് നമ്മൾ എന്ത് പറയാം? 1:1 നമ്മൾ പറയാം. ഇനി ഏത് ഇതിനകത്തുള്ള ഡയമെൻഷൻ എല്ലാം ഏത് ഇതിലാണ് കൊടുത്തേക്കണേ? MM കൊടുത്തേക്കണേ. അപ്പൊ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിക്കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. ഇനി നിങ്ങൾ ഇതേ ഹെഡിങ്ങിനകത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതേ ഹെഡിങ്ങിന്റെ അടിയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അതിന്റെ ആൻസറും അതിനകത്ത് തന്നെയുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്തു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആൻസറിലേക്ക് നോക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇത്രയും ഇത് നമ്മുടെ റഫ് വർക്കാന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ യഥാർത്ഥത്തിലുള്ള ആൻസർ. അപ്പോൾ മനസ്സിലാവാത്തൊരു 1, 2, 3 വട്ടം ഈ ഇത് കാണുക. കണ്ടിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു ദിവസം പുതിയൊരു ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.